വയനാട് സുഗന്ധഗിരി മരമുറിയിൽ ഡിഎഫ്ഒ ഷജ്ന കരീമിനെതിരായ നടപടി ലഘൂകരിച്ചതിൽ വനംവകുപ്പിൽ അതൃപ്തി. ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയിട്ടും നടപടി സ്ഥലംമാറ്റത്തിൽ ഒതുക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഷജ്നയുടെ സസ്പെൻഷൻ മരവിപ്പിച്ചത് നേരത്തെ വിവാദമായിരുന്നു. സുഗന്ധഗിരി മരമുറിയിൽ സൗത്ത് വയനാട് ഡിഎഫ്ഒ ഷജ്ന കരീമിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഏപ്രിൽ മാസം 17-ന് ഷജ്നയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയെങ്കിലും 24 മണിക്കൂർ പൂർത്തിയാകും മുൻപ് നടപടി മരവിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഷജ്നയെ കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രിയിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായി സ്ഥലം മാറ്റിയത്. മരമുറി തടയുന്നതിൽ വീഴ്ച വരുത്തിയിട്ടും നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കുന്നതിൽ വനംവകുപ്പിനുള്ളിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് അമർഷമുണ്ട്. നടപടി ലഘൂകരിച്ചത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. വനംവകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ NCP നേതൃത്വം ഇടപെടുന്നുവെന്നും ഉദ്യോഗസ്ഥർക്കിടയിൽ ആക്ഷേപമുണ്ട്. ഷജ്ന കരീമിന്റെ സസ്പെൻഷൻ മരവിപ്പിക്കാനും നടപടി ലഘൂകരിക്കാനും ലക്ഷദ്വീപ് MP ഉൾപ്പെടെ NCPയിലെ നേതാക്കൾ ഇടപെട്ടു എന്നാണ് ആരോപണം. വയനാട് നിന്നും സ്ഥലം മാറ്റിയ ഷജ്നയെ സമീപ ജില്ലയായ കോഴിക്കോട് നിയമിക്കാനും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നു. റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.